BDS അല്ലെങ്കിൽ BAMS കോഴ്സ് കീം രജിസ്ട്രേഷൻ ഇല്ലാണ്ടും അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കേരള ഗവൺമെൻറ് അണ്ടറിലുള്ള ഏത് കോളേജിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ കീം രജിസ്ട്രേഷൻ മസ്റ്റാണ്. പക്ഷേ പലവിധ കാരണങ്ങളാൽ കീം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. കീം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. പിന്നെ വേറൊരു കാറ്റഗറിയാണ് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയവർ. പിന്നെയുള്ള കാറ്റഗറിയാണ് ഓപ്ഷൻ കൊടുക്കാൻ മറന്നുപോയവർ. പിന്നെ വേറൊരു കാറ്റഗറിയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ. ഇത്രയും ആളുകൾ ആക്ച്വലി കീം ഇല്ലാത്ത ആളുകൾ എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ? എന്തായാലും ഇനി അങ്ങോട്ടൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് ഈ കീം പുതിയ രജിസ്ട്രേഷനോ പുതിയതായിട്ട് മാർക്ക് എൻട്രി ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് എല്ലാം വ്യർത്ഥമാവും. അതിൻ്റെ അകത്ത് എല്ലാ പോസിബിലിറ്റി ആക്ച്വലി തകർന്നു പോകുമല്ലോ. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാകത്തില്ല. കീം ഇല്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതെ, നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്, ക്വാളിഫൈഡ് ആണെങ്കിൽ BDS അല്ലെങ്കിൽ BAMS പഠിക്കാൻ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്, അതർ സ്റ്റേറ്റിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ BDS പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ നോർമൽ കുഹാസിലെ കീം ത്രൂ വരുന്ന കോളേജിനേക്കാളും ഫീസ് കുറച്ച് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ കീമിലെ കോളേജുകളെക്കാളും ഒരുപടി മുൻപിൽ നിൽക്കുന്ന കോളേജുമാണ് ആക്ച്വലി. മാത്രമല്ല കീമിൻ്റെ അണ്ടറിലുള്ള എല്ലാ കോളേജുകളിലും കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4.5 years പ്ലസ് 1 year ഹൗസ് റെസിഡൻസിയാണ്. ഇത് നമ്മൾ 2 കോളേജുകളാണുള്ളത് കീമിൻ്റെ അണ്ടറിൽ അല്ലാത്ത കോളേജുകളുള്ളത്. അവിടെ 4 വർഷം കൊണ്ട് കോഴ്സ് തീരുന്നുള്ളതാണ്. അതെ, പിന്നെ 1 year ഇന്റേൺഷിപ്പ് ആക്ച്വലി വരും. സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. വാല്യൂ സെയിം മാത്രമല്ല, ഒരു പക്ഷേ കേരള കോളേജുകളെക്കാൾ ഒരുപടി പേഷ്യൻ ഫ്ലോയിലും ക്വാളിറ്റിയിലും മുമ്പിൽ നിൽക്കുന്ന കോളേജുകളുമായിരിക്കും. അതേസമയത്ത് BAMSനെ സംബന്ധിച്ച് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് ഇൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ നമുക്ക് ഈ കോളേജുകളിൽ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ഡയറക്റ്റ് കോളേജ് അഡ്മിഷൻ എടുക്കാം. അതെ, അത് ഈ പറഞ്ഞ കീമിലെ ഫീസ് മാത്രമാണ് കോളേജുകൾ ചാർജ് ചെയ്യുന്നത്. അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡൊണേഷനോ അതർ ഫീസോ ഒന്നും വരുന്നില്ല. ചില കോളേജുകൾ ആക്ച്വലി നല്ല സ്കോറുള്ള കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് മെറിറ്റ് ബേസിൽ സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ട് ആക്ച്വലി. അതായത് നോർമൽ ഗവൺമെന്റ് ഫീസിലും കുറച്ചും ഈവൻ മാനേജ്മെന്റ് എടുക്കാം. കീമിലൂടെ വന്നു കഴിഞ്ഞാൽ 2 ലക്ഷവും അല്ലെങ്കിൽ അതിനേക്കാളും താഴെ ഫീസിൽ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് BDS അല്ലെങ്കിൽ BAMS നോക്കുന്നവർക്ക് കീം ഇല്ല എന്നതിൻ്റെ പേരിൽ അവരുടെ ഫ്യൂച്ചർ നഷ്ടമാവുന്നില്ല. ഇനി ഒരു കാറ്റഗറി സ്റ്റുഡൻസ് വരേണ്ടതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, ഇതിന് ജോയിൻ ചെയ്യുന്നില്ല. ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് പിന്നെ ഈ ഒരു 3 റൗണ്ടിലേക്കുള്ള ഓപ്ഷൻസ് എല്ലാം ബ്ലോക്ക് ആവും, പ്രത്യേകിച്ച് BDSനെ സംബന്ധിച്ച്. അങ്ങനെയുള്ളവർക്കും ഈ സെയിം കാര്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആണ് അല്ലേ? അതെ, ഈ പറഞ്ഞ പോലെ തന്നെ കീമില്ലാണ്ട് കേരളത്തിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ കോളേജ് എക്സിറ്റ് ചെയ്തെന്ന് ഓർത്താലും നമുക്ക് അതർ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയോ പഠിക്കാനുള്ള ഓപ്ഷൻസ് ആക്ച്വലി അവൈലബിൾ ആണ്. എന്തെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് 1-to-1 ആയിട്ട് ഇരുന്ന് നിങ്ങളുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ കോളേജിൽ ഏറ്റവും ബെറ്റർ റേറ്റിൽ എത്താവുന്ന പോസിബിലിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.